നമസ്കാരം കൂട്ടുകാരെ, ഒരുപാട് പേരാണ് ഫിഷ് മോളിയുടെ റെസിപ്പി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അത് തന്നെ ആവട്ടെ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അതിരുചികരമായ ഒരു മീൻകറിയാണ് ഫിഷ് മോളി. പോർച്ചുഗീസുകാരാണ് നമുക്കിത് സംഭാവന ചെയ്തത്. അങ്ങ് പാലയിലൊക്കെ ആവോലി കിട്ടിയാൽ മോളി ഉണ്ടാക്കണമെന്നൊരു ചൊല്ല് തന്നെയുണ്ട്. മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് കല്ലുപ്പും മഞ്ഞളും എണ്ണയിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കണം. ഒരു മൺചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഉലുവയും ഏലക്ക ഇട്ട് കൊടുക്കണം. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയിട്ട് നന്നായിട്ട് വഴറ്റണം. സവാള ഒന്ന് വാടിയ പരുവാകുമ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി വെളിച്ചെണ്ണയിൽ മൂത്ത് പച്ച മണം മാറുമ്പോൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം രണ്ടാം പാൽ ഒഴിക്കാവുന്നതാണ്. ഇതിനൊരു തിള വരുമ്പോൾ കുറുകിയ തേങ്ങാപ്പാലും കുടംപുളിയും ചേർത്ത് കൊടുക്കാം. സാധാരണ ഈ കറിയിൽ മീൻ മുറിച്ച് നേരിട്ടിട്ട് കൊടുക്കാണ്. ഇതങ്ങനെയല്ല, ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഒരു പാൻ ചൂടാക്കി ലേശം എണ്ണ ഒഴിച്ച് മീൻ 2 മിനിറ്റ് വീതം ഇരുവശവും ചുട്ടെടുക്കണം. ഫിഷ് മോളിയുടെ അലങ്കാരം തന്നെ തക്കാളിയാണ്. അതും ഇതിനോടൊപ്പം തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. കല്ലുപ്പും മഞ്ഞളും പുരട്ടി ചുട്ടെടുത്ത മീൻ നല്ല കുറുകിയ ചാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഫിഷ് മോളിയുടെ ശരിക്കുള്ള രുചി എന്ന് പറയുന്നത് ഉപ്പും പുളിയും മധുരവും എരിവും സമമായിരിക്കണം എന്നതാണ്. തേങ്ങാപ്പാലിന്റെ മധുരവും പച്ചമുളകിന്റെ എരിവും കല്ലുപ്പും കുടംപുളിയും തുല്യമായി ചേരുന്ന ഒരു രുചിയുണ്ട്. അതാണ് പോർച്ചുഗീസുകാർ നമുക്ക് സംഭാവന തന്ന ഫിഷ് മോളി എന്ന മഹത്വം. കല്ലുപ്പ് നിറയെ ചേർത്ത് ചുട്ടെടുത്ത മീനായത് കാരണം കറിയിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം. മീൻകറിയുടെ ചാറ് നന്നായിട്ട് കുറുകി മീൻ വെന്ത് വരുമ്പോൾ ചുട്ടെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ലേശം പച്ച വെളിച്ചെണ്ണ തൂവി മീൻ ഉടയാതെ ചട്ടി ചുറ്റിയെടുക്കണം. അധികം എരിവില്ലാത്ത അതീവ രുചികരമായ ഈ മീൻകറി അപ്പത്തിനും ഇടിയപ്പത്തിനും ഒപ്പം സ്വർഗമാണ്. ഒരു കാലത്ത് കോട്ടയത്തെ വീടുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ മീൻകറി ഇന്ന് ലോകം മുഴുവൻ ആരാധകരുള്ള കേരളത്തിന്റെ ഏറ്റവും മികച്ച മത്സ്യവിഭവങ്ങളിൽ ഒന്നായി മാറി. വിദേശികളാണ് സാറേ ഇതിന്റെ മെയിൻ ആരാധകർ. നല്ല മൊരിഞ്ഞ പാലപ്പത്തിന്റെ നടുവിലേക്ക് ഈ ഫിഷ് മോളി ഒഴിച്ച് ചാറ് കുതിർത്ത് മീൻ അടർത്തി ഇങ്ങനെ കഴിക്കണം. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഉഗ്രൻ മീൻകറിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ പറഞ്ഞ പോലെ സ്നേഹങ്ങൾ വാരി വാരി വിതരണം. താങ്ക് യു സോ മച്ച്.